ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഫോട്ടോ എഡിറ്റിംഗ് ഉണ്ടല്ലോ, ടൂൺമി ആപ്പിൽ. അത് നമ്മൾ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇതുപോലുള്ള ഫോട്ടോസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഫസ്റ്റ് നമ്മൾ ടൂൺമി ആപ്പ് സെലക്ട് ചെയ്യുക. അതിൽ മുകളിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടാകും. അതിൽ നമ്മൾ ലാസ്റ്റുള്ള അതേഴ്സ് എന്ന ഓപ്ഷൻ എടുക്കുക. അപ്പോൾ നമ്മളുടെ കാർട്ടൂൺ പോലുള്ള ഫോട്ടോ കാണും. അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ താഴെ നമ്മുടെ ഗാലറിയിൽ ഫോട്ടോസ് വരും. അപ്പോൾ അതിൻ്റെ താഴെയുള്ള ഏറോ ബട്ടൺ ക്ലിക്ക് ചെയ്തെങ്കിൽ നമ്മുടെ ഫോട്ടോ ഈ കാർട്ടൂൺ ഇതിലേക്ക് കൺവേർട്ട് ആകും. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ അത് ബാക്കോട്ട് അടിക്കുമ്പോൾ തന്നെ നമ്മളുടെ ഗാലറി ഓപ്പൺ ആവും. നമുക്ക് വേണ്ട ഫോട്ടോസ് എടുക്കാം. റിപ്പീറ്റ് ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ ഏറോ ബട്ടൺ താഴെയുള്ളത് ക്ലിക്ക് ചെയ്യുക. താഴെ ഏറോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കാർട്ടൂൺ മോഡിലേക്ക് വരും. ഫോട്ടോൻ്റെ സൈഡിലുള്ള 3 ഡോട്ട്സിൽ സേവ് ടു ഡിവൈസ് കാണിക്കും. എന്നിട്ട് താഴെയുള്ള ഡൗൺലോഡ് ബട്ടണും ഞെക്കിയെങ്കിൽ അത് ഗാലറിയിലേക്ക് സേവ് ആകും. നമുക്ക് വേണ്ട ഫോട്ടോസൊക്കെ ആക്കി കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകേണ്ടത് ഇൻഷോട്ടിലേക്കാണ്. ഇൻഷോട്ടിലേക്ക് പോയ ശേഷം ഫോട്ടോ സെലക്ട് ചെയ്യുക. അതിൽ നമ്മൾ നേരത്തെ കാർട്ടൂൺ മോഡാക്കി വെച്ച ഫോട്ടോ എടുക്കുക. ഫോട്ടോ സെലക്ട് ആക്കുമ്പോൾ താഴെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ കട്ടൗട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇല്ലാണ്ടാകും. അത് സേവ് ചെയ്യുക. അങ്ങനെ റിപ്പീറ്റ് നമ്മൾ ഗാലറിയിൽ നിന്ന് ഫോട്ടോ എടുക്കുക, കട്ടൗട്ട് ഞെക്കുക, ടിക്ക് ചെയ്യുക, സേവ് ചെയ്യുക. ആദ്യം കാർട്ടൂൺ മോഡിലുള്ള ഫോട്ടോ എടുക്കുക, കട്ടൗട്ട് ഞെക്കുക, ടിക്ക് എടുക്കുക, സേവ് ചെയ്യുക. ഇനി എങ്ങനെയാണ് എല്ലാ ഫോട്ടോസും 1 ഫ്രെയിമിൽ വരുന്നത് നോക്കാം. അതിന് ഫോട്ടോസ് സെലക്ട് ചെയ്യുക. നമ്മൾ കട്ടൗട്ട് ചെയ്ത് വെച്ച ഫോട്ടോ ഏതെങ്കിലും ഒരു ഫോട്ടോ ഫസ്റ്റ് എടുക്കുക. അത് ചെറുതാക്കിയിട്ട് ഒരു സൈഡിൽ വെക്കുക. നെക്സ്റ്റ് ഉള്ള ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇത് താഴെ കാണുന്ന കട്ടൗട്ടിൻ്റെ അപ്പുറത്തുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്യുന്തോറും നമുക്ക് ഓരോ ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ അതായത് എവിടെയാണ് വേണ്ടത് വെച്ചാൽ നമുക്കിഷ്ടമുള്ള സ്ഥലത്ത് വെക്കാം. ഓരോ ഫോട്ടോ വെക്കുമ്പോഴും കട്ടൗട്ടിൻ്റെ അപ്പുറത്തുള്ള ആ ഓപ്ഷനാണ് ഞെക്കേണ്ടത്. നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ഓരോ ഫോട്ടോസ് വെക്കാം. അപ്പം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് മനസ്സിലായിരുന്നെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് യൂട്യൂബ് ചാനൽ കൊണ്ടുപോകാൻ പറ്റുക. പഠിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ വെറും സിമ്പിളാണ്. ഞാനും ഇത് ഈസി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമ്മളുടെ ഫോട്ടോ റെഡിയായി. ഇങ്ങനെയാണ് ടൂൺമി ആപ്പിൽ ഫോട്ടോ എഡിറ്റിംഗ് ചെയ്യുന്നത്. എല്ലാവരും ചെയ്തു നോക്കും.